ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഇല്ല, എന്താണാവോ? അത് രാജ്യത്തിന് നിയമവ്യവസ്ഥയ്ക്ക് ആധാരമായി പുറത്തിറക്കിയ സിനിമകളാണ്. ആ സിനിമകൾക്ക് ഇറങ്ങി ഇത്ര നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ താങ്കൾ ഇത് ഏതോ വെബ്സൈറ്റിലൊക്കെ ഉണ്ടെന്ന് പറയുന്നതിന് അർത്ഥം എന്താണ് ശ്രീ മാർട്ടിൻ? താങ്കളുടെ ലക്ഷ്യം എന്താണ്? അങ്ങനെ ചോദിക്കുന്നായരെ ആ സിനിമകളിലെ കണ്ട ചില കണ്ടന്റുകളാണ് പോൺ സൈറ്റുകളിലേക്ക് പ്രചരിപ്പിച്ചിരിക്കുന്നത്. അല്ല, അത് അവർ ഉത്തരവാദിയാണോ? പരാതിക്കാത അല്ലല്ല, അതിന് ശ്വേത ഉത്തരവാദിയാണോ? കഥ ചോദിച്ചൊന്നുമില്ല. ആ സിനിമകളുടെ ഈ പറയുന്ന രീതിയിലുള്ള വീഡിയോ ക്ലിപ്പുകൾ ഏതെങ്കിലും ഞരമ്പ് രോഗികൾ എടുത്ത് ഏതെങ്കിലും സൈറ്റിലിട്ടാൽ അത് അവരെങ്ങനെയാണ് ഉത്തരവാദികളാവുക? അവള് മഹാപ്പഴയാട്ടോ. ഒരു പെണ്ണിനെ അങ്ങനെ നമ്മള് കണ്ണും പൂട്ടി കുറ്റം പറയരുത്. അവള് മോശക്കാരിയൊന്നുമല്ല. താങ്കൾ ഇതിലേക്ക് സെക്സ് എന്ന് കൂടെ പറയുന്നത് എന്തിനാ? ഇത് സിനിമയാണ്. എന്റെ വീഡിയോ പോൺ സൈറ്റിൽ ലഭ്യമാണ് എന്ന് ഇവര് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ആ ഇന്റർവ്യൂവിൽ അവരത് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞത് സത്യമല്ലെങ്കിൽ എന്നെ കെട്ടിയിട്ടുള്ള ഈ തെങ്ങുമേലുള്ള തേങ്ങ മുഴുവനും എന്റെ തലയിൽ വീണ് ഞാൻ ചത്തുപൊക്കോട്ടെ. അവിടെ നിങ്ങള് ഈ പിന്നെ ശ്വേതാ മേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള പോൺ സൈറ്റുകളിൽ ലഭ്യമാണ്. ഹോട്ടസ്റ്റ് വീഡിയോ ഒന്ന് യൂട്യൂബിൽ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? അതെന്തിനാന്ന് താങ്കൾ പോയി യൂട്യൂബിൽ പോയി തപ്പി ശ്വേതാമേനോൻ ഹോട്ടസ്റ്റ് വീഡിയോ അടിച്ചു കൊടുക്കേണ്ട കാര്യം എന്താ താങ്കൾക്ക്? നിന്നെയൊക്കെ വിറ്റ കാശ് എന്റെ കയ്യിലുണ്ടാ. ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നുക? ഞാനത് ചോദിക്കരുതായിരുന്നു. രണ്ട് പ്രായപൂർത്തിയാകാത്ത രണ്ട് പിള്ളേര് ഈ ഒരു സംഭവം കണ്ടത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടാണ് ഞാൻ ഇത് ചെക്ക് ചെയ്യുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതിയായിട്ട് ഞാൻ പോയതും അതുകൊണ്ട് തന്നെയാണ്. മാർട്ടിൻ, താങ്കൾ ഈ അശ്ലീല വെബ്സൈറ്റുകൾ കാണുന്ന ഒരാളാണോ? അല്ല. കേൾക്കാൻ നല്ല രസമുണ്ട്. പിന്നെ എങ്ങനെയാണ് താങ്കൾക്ക് ഈ പരാതിയിൽ ഒരു കുന്ന് ലിങ്ക് താങ്കൾ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വായിക്കാൻ പോലും ഉറപ്പ് തോന്നുന്ന ഒരു കുന്ന് ലിങ്ക്? ഈ ലിങ്ക് ഞാനൊന്ന് നോക്കി കേട്ടോ. ഒരൊറ്റ മിനിറ്റ്, ഈ ലിങ്കുകൾ ഞാനൊന്ന് എന്റെ ഫോണിൽ തുറക്കാൻ നോക്കി. ഫോണിൽ തുറക്കുന്നില്ല. കാരണം എന്താണെന്നറിയോ? അത് രാജ്യത്ത് ബാൻഡ് ലിങ്കുകളാണ്. വയസ്സാങ്കാലത്ത് ഇങ്ങനെയാണെങ്കിൽ ചെറുപ്പകാലത്ത് എന്തായിരുന്നാവോ? താങ്കൾക്ക് എങ്ങനെയാണ് രാജ്യത്ത് ബാൻഡായ ഈ പറയുന്ന അശ്ലീൽ ലിങ്കുകൾ കയറി ഇതൊക്കെ കാണാൻ പറ്റുന്നത്? എങ്ങനെയാണ് താങ്കൾക്ക് മാത്രം? അങ്ങനെ ചോദിക്കുന്നായരെ ഈ ഹോട്ടസ്റ്റ് വീഡിയോ ഈ ശ്വേതാ മേനോന്റെ താങ്കൾ പോയി ഹോട്ടസ്റ്റ് വീഡിയോ നോക്കി ഈ പ്രായത്തിൽ പോയി സെർച്ച് ചെയ്യല്ലേ? അതൊക്കെ ഞാൻ പോട്ടെ, അതൊക്കെ ഇപ്പൊ പിള്ളേർ സെർച്ച് ചെയ്യാത്ത സെർച്ചാ. വിട്ടേക്ക്. തീരെ തരംതാണവരെ അങ്ങനെയൊക്കെ ചെയ്യും. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഓരോ ഉടായ്പായിട്ട് അറിയിക്കോളൂ. സത്യം പറഞ്ഞ ചേട്ടായി, ഇങ്ങനൊരു ദിവസം ചേട്ടായി ആഗ്രഹിച്ചിരുന്നില്ലേ?